ജോസേട്ടനെ സ്മരിക്കുന്നതുകൊണ്ടൊരു അവാർഡ് ഏർപ്പെടുത്താൻ ഇത്രയും കാലം നമ്മൾ താമസിച്ചു പോയി എന്നത് വളരെ ഖേദകരമായൊരു കാര്യമാണ്. കാരണം 1967 ഡിസംബർ 24-ാം തീയതി കേരള യുക്തിവാദി സംഘം എന്ന മഹൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ ചരിത്രപരമായ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത ജോസേട്ടൻ്റെ ജീവിതം കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ നാം ഇത്തരത്തിൽ അനുസ്മരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത ഖേദമുണ്ട്. യുക്തിവാദി സംഘത്തിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനം എന്ന നിലയിൽ അതിന് ഒരു ക്ഷമയോടുകൂടിയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് യുക്തിവാദി പ്രസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ജോസേട്ടനെയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒത്തേറെ പേരുകളുണ്ട്. അതിലൊന്ന് MC ആണ്. നിങ്ങളുടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പവനൻ, കേശവൻ വൈദ്യർ, അവരോടൊക്കെ അവരെ പോലുള്ള ധിഷണാശാലികൾക്കൊപ്പം CG ജയശങ്കർ, ഉണ്ണി കാക്കനാട്, MJ ജോസഫ്, KK നാരായണൻ, ദേവസി വല്ലക്കുന്ന്, ശിവൻ മഞ്ചറമ്പത്ത്, ഡോക്ടർ അച്ചാപിള്ള, MJ മാത്തൻ, KA തോമസ്, ഡോക്ടർ PK സുമാരൻ, നാസിയൻ സണ്ണി, അഡ്വക്കേറ്റ് പ്രേമരാജൻ, PK സൂര്യൻ, AK വിജയരാഘവൻ, ഉണ്ണി കടവാരത്ത്, CP അന്തു, കരീം തുടങ്ങി ആ ലിസ്റ്റിങ്ങിനെ ദീർഘിക്കുകയാണ്. ഇവരൊക്കെ മുമ്പേ ഇവിടെ ഹമീദ് സാർ പറഞ്ഞ പോലെ ജീവിതം കൊണ്ട് യുക്തിവാദം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരാണ്. ഈ പറഞ്ഞ ആളുകളെല്ലാം എഴുത്തുകാരൊന്നും ആയിരുന്നില്ല. ഒട്ടുമിക്ക ആളുകളും യുക്തിവാദി സംഘത്തിൻ്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അവരൊക്കെ അവരുടെ ജീവിതം കൊണ്ട്, കുടുംബം കൊണ്ട് യുക്തിവാദം എന്താണ് എന്ന്, മാനവികത എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തവരാണ്. അവരെ അനുസ്മരിക്കാതെ നമുക്ക് കടന്നു പോകാനും കഴിയില്ല. 1981 മുതൽ ജോസേട്ടനെ എനിക്കറിയാം. ഞാൻ 81 കേരള യുക്തിവാദി സംഘത്തിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി വരുമ്പോൾ ജോസേട്ടനും ഉണ്ണി കാക്കനാടും ഒക്കെ ആ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. അന്ന് മുതൽ ജോസേട്ടനുമായി അടുത്തുമാണ്, ഇണങ്ങി പിണങ്ങിയും. കാരണം ജോസേട്ടൻ പെട്ടെന്ന് പിണങ്ങുന്ന ഒരാളാണ്. അതുപോലെ ജോസേട്ടൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. കാരണം ആരെക്കുറിച്ചെങ്കിലും പവന സാറിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെ ഈ കുറ്റിപ്പുഴയെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ, മരിച്ചുപോയ യുക്തിവാദികളെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ജോസേട്ടൻ സങ്കടം വരും, പെട്ടെന്ന് കരയും. അത് സ്റ്റേജിൽ നിന്നാണെങ്കിലും കരയും. അത്ര ഒരു വികാരജീവിയായിരുന്നു ജോസേട്ടൻ. അപ്പോൾ ജോസേട്ടനുമായിട്ട് ഒട്ടേറെ കാലം അടുത്ത് പഴകിയ ഒരാളെന്ന നിലയിലും ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ കടന്നു പോയിട്ടുണ്ട് അദ്ദേഹത്തെ. അതുപോലെ ജബ്ബാർ മാഷും അതേ കാലഘട്ടത്തിൽ തന്നെ ജബ്ബാർ മാഷുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത്, ഇത്രയേറെ ആളുകൾ കേരളത്തിൻ്റെ യുക്തിവാദി പ്രസ്ഥാനത്തെ നേതൃത്വത്തിലിരുന്നെങ്കിൽ ഇത്തരം ആളുകളെ കേരളത്തിൻ്റെ ചരിത്രം എഴുതിയ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ള ശക്തമായൊരു പ്രതിഷേധം ഇത് കുറേ കാലമായി ഞാൻ പറഞ്ഞു നടക്കുന്നൊരു കാര്യമാണ്. യൂറോപ്യൻ നവോത്ഥാനത്തിന് കാരണമായത് എൻലൈറ്റൻമെൻ്റ് ആയിരുന്നു, ജ്ഞാനോദയം. കേരള നവോത്ഥാനത്തെക്കുറിച്ച് 100 കണക്കിന് പുസ്തകം എഴുതിയ ആളുകളുണ്ട്, അല്ലെ 100 കണക്കിന് ആളുകൾ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവരാരെങ്കിലും കേരളത്തിലൊരു ജ്ഞാനോദയം ഉണ്ടായി, എൻലൈറ്റൻമെൻ്റ് ഉണ്ടായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് സ്പർശിക്കുന്നില്ല. ഞാൻ വായിച്ച പുസ്തകങ്ങളൊന്നും അവർ ജാതിമത നേതാക്കന്മാരെയും ജാതിയിലെ പരിഷ്കരണവാദങ്ങളെയും മതപരിഷ്കരണയും ഒക്കെ തന്നെ നവോത്ഥാനം എന്ന പേരിൽ എഴുന്നള്ളിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ അങ്ങനെ ഒരു നവോത്ഥാനം കേരളത്തിൽ ഉണ്ടായതായി യാതൊരു ധാരണയുള്ള ആളല്ല ഞാൻ, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. മതപരിഷ്കരണങ്ങൾ, ജാതിക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ജ്ഞാനോദയം എന്ന് അടയാളപ്പെടുത്താൻ കഴിയുന്ന എന്തെങ്കിലും നടപടികൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മിശ്രവിവാഹ യുക്തിവാദി പ്രസ്ഥാനങ്ങളിലൂടെയാണ്. പക്ഷേ കേരളത്തിലെ നവോത്ഥാന ചരിത്രമെഴുതി ആരും ഇന്ന് വരെ അത്തരം ഒരു കാര്യം അടയാളപ്പെടുത്താൻ തയ്യാറായില്ല. 1917 മിശ്രഭോജനം, ആ മിശ്രഭോജനത്തിലൂടെയാണ് കേരളത്തിൽ ഹ്യൂമാനിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ യൂറോപ്യൻ അല്ലെ നവോത്ഥാനത്തിലൂടെയും ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയും അല്ലെ ക്രോംവെല്ലിൻ്റെ കലാപങ്ങളിലൂടെയും സെക്കുലാറിസം, ഡെമോക്രസിയും ഒക്കെ ലോകത്തിൽ കടന്നു വരികയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രമാണമായ ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത എന്ന പ്രത്യയശാസ്ത്രം കേരളത്തിൽ സ്ഥാപിക്കപ്പെടാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനങ്ങളിലൂടെ അല്ലെങ്കിൽ അത്തരം നവ ചിന്തകളിലൂടെയാണ്. ആ ചിന്തകളെ സംബന്ധിച്ച് എത്ര പഠനങ്ങൾ കേരളത്തിലെ ചരിത്രകാരന്മാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മിശ്രഭോജനത്തെ പോലും പന്തി ഭോജനമെന്ന് പേര് മാറ്റി അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. യുക്തിവാദി പ്രസ്ഥാനം, അതുപോലെ തന്നെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തുള്ള സമരങ്ങൾ, ഈ സമരങ്ങളൊക്കെ പെട്ട് അതിന് യുക്തിവാദി സംഘത്തിൻ്റെ ചരിത്രമാണെന്ന് വെച്ചുകൊള്ളുക. കേരളത്തിലെ ഈ ഹ്യൂമനിസത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു വലിയ സാഹിത്യം നമുക്കുണ്ട്. കവിതാ രംഗത്താണെങ്കിൽ പള്ളത്തിരാമനും പണ്ഡിറ്റ് കറുപ്പനും സഹോദരൻ അയ്യപ്പനും സരസകവി മൂലൂർ അടക്കമുള്ള വലിയ ഒരു പഴയകാല എഴുത്തുകാരും, ആധുനിക കാലഘട്ടത്തിലെ വയലാറിനെ പോലെ അല്ലെ ചങ്ങമ്പുഴയെ പോലുള്ള തുടങ്ങി ഇങ്ങോട്ട് കുരിയപ്പുഴ അടക്കമുള്ള പുതിയ എഴുത്തുകാരടക്കം ധാരാളം ആളുകളും, ഗദ്യരംഗത്ത് ചന്തുമേനോനും അല്ലെങ്കിൽ പോത്തേരി കുഞ്ഞമ്പുവും അതുപോലെ ഈ മാധവനും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ചിന്താ പദ്ധതികൾ നിങ്ങൾക്കറിയാം. ഇന്ദുലേഖയിലെ 18-ാം അധ്യായം എന്ന് പറയുന്നത് കറതീർന്ന യുക്തിവാദത്തിൻ്റെ ചർച്ചയാണ്. പക്ഷേ ഇന്ദുലേഖയുടെ ആധിപത്യം പിറങ്ങി
രണ്ടാം പതിപ്പ് മൂന്നാം പതിപ്പ് ഇറങ്ങുമ്പോൾ ഈ 18ാം അധ്യായത്തിനകത്തില്ല ഉണ്ടായിരുന്നില്ല. MP പോൾ അടക്കമുള്ള ആളുകൾ ഈ യുക്തിവാദ ചർച്ച കേരളത്തിന് ആവശ്യമില്ലാത്തതാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് എടുത്തു കളയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞതാണ്, ഏറ്റവും കൃത്യമായി ചാൾസ് ബ്രാഡ്ലയെ കുറിച്ചും അല്ലെങ്കിൽ ചാൾസ് ഡാർവിനെ കുറിച്ചും ഒക്കെയുള്ള അതിവിപുലമായൊരു ചർച്ചയാണ് ചന്തുമേനോന്റെ ഈ കൃതിയിലുള്ളതെങ്കിൽ ആ അധ്യായം എടുത്തുമാറ്റുക എന്നതായിരുന്നു കേരളത്തിലെ ബുദ്ധിജീവികൾ ചെയ്ത. അതുകൊണ്ട് ജ്ഞാനോദയത്തോട് അവർ ഏത് തരത്തിലുള്ള നിലപാടാണ് എടുത്തതെന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. അതുപോലെ സരസ്വതി വിജയം എന്ന നോവലിലൂടെ പോത്തേരി കുഞ്ഞമ്പ് അവതരിപ്പിച്ച മാനവികതയും സ്വതന്ത്ര സമുദായ എന്ന കൃതിയിലൂടെ ഈ മാധവൻ അവതരിപ്പിച്ച കൃതികളും അത് തത്വചിന്താ രംഗത്ത് കേസരി ബാലകൃഷ്ണപിള്ളയും കുറ്റിപ്പുഴയും കേദാമധുരൊക്കെ അവതരിപ്പിച്ച ആ തത്വചിന്താ പദ്ധതികളെ എത്രമാത്രം കേരളത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ കേരളത്തിലെ നവോത്ഥാന ചിന്തയുമായി അല്ലെ കേരളത്തിലെ പരിഷ്കരണ ചിന്തയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്രമാത്രം ആ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നാം പരിശോധിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ജോസേട്ടനെ കുറിച്ച് പറയുമ്പോൾ കുറ്റിപ്പുഴ സഹോദരങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ കുറ്റിപ്പുഴ സഹോദരങ്ങൾ മലയാള സാഹിത്യത്തിനും മലയാള തത്വചിന്തയ്ക്കും നൽകിയിട്ടുള്ള പങ്കെന്താണ് എന്നും പാശ്ചാത്യ നവോത്ഥാന ചിന്തകളെയും പാശ്ചാത്യ ചിന്തകന്മാരെയും സാഹിത്യ പ്രത്യയശാസ്ത്രങ്ങളെയും എല്ലാം മലയാളത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കുറ്റിപ്പുഴയേക്കാൾ ഒരു പരിധി കൊടുക്കുന്നത് കേസരി ബാലകൃഷ്ണപിള്ള സ്വന്തം ജീവിതം തന്നെ നശിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യത്തിനോട് ഒരു സമൂഹത്തിനോട് നിലകൊണ്ട ആളാണ് കേസരി. വീട് വിറ്റ് 50 രൂപയുമായി ഈ പറവൂരി വന്ന് താമസിച്ച് പട്ടിണി കിടന്ന് ക്ഷയം പിടിച്ചു മരിച്ചുപോയ കേസരി. എത്ര പേര് പഠിച്ചിട്ടുണ്ട് കേസരിയെ കുറിച്ച്? കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന മണ്ഡലങ്ങളില് കേസരിയുടെ ചിന്തകൾ, കുറ്റിപ്പുഴ ചിന്തകൾ, അല്ലെ കേദാമോദരന്റെ ചിന്തകൾക്ക് എത്രമാത്രം പങ്കുണ്ട് എന്ന് ഇന്നും നമ്മുടെ മുഖ്യധാര ചരിത്രകാരന്മാർ രേഖപ്പെടുത്താത്തത് ഈ പറയുന്ന ഇവരൊക്കെ മുഖ്യമായി ആദരിച്ചതിലെ മുഖ്യമായും ആശ്രയിച്ചത് യുക്തിവാദത്തെയാണ് എന്നതുകൊണ്ടാണ്. അപ്പൊ യുക്തിവാദം അങ്ങനെ കേരളത്തിൽ ആരും ഷൈൻ ചെയ്യേണ്ട എന്നുള്ളൊരു നിലപാട് കേരളത്തിലെ എഴുത്തുകാർക്ക് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്നുള്ളതാണ്. തന്നെയല്ല അതിന് പിന്നാലെ കേരളത്തിലെ വിമോചന സമരം വരുന്നു, അങ്ങനെ ഒട്ടേറെ പേർ വരുന്നു. ഹമീദ് സാർ പറഞ്ഞ പോലെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ മതരാഷ്ട്രീയവുമായി അല്ലെ മത നേതാക്കന്മാരുമായി സന്ധി ചെയ്യുന്നു. അധികാര രാഷ്ട്രീയത്തിന്റെ കക്ഷി രാഷ്ട്രീയത്തിന്റെ നെറികെട്ട കച്ചവടങ്ങളിലൂടെ കേരളത്തിന്റെ ഈ നവോത്ഥാന ചിന്തകളിൽ മതാധിപത്യത്തെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ള കൃത്യമായ അജണ്ട. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നമ്മൾ റിനൈസൻസിനെ കുറിച്ച് പറഞ്ഞു വന്നെങ്കിലും ധാരാളമായി പ്രസംഗിക്കുന്ന മുമ്പിലും ഇന്ത്യയിൽ നിന്ന് നടപ്പിലാകുന്നത് റിവൈവലിസമാണ്, മത നവീകരണമാണ്. മതനവീകരണത്തിന്റെ പദ്ധതികൾ എന്താണ് എന്ന് റിവൈവലിസം എന്ന് പറയുന്നത് എത്രമാത്രം ജനവിരുദ്ധമായ, എത്രമാത്രം മനുഷ്യവിരുദ്ധമായ നാം നേടിയ സകല പുരോഗതികളെയും എത്രമാത്രം റദ്ദു ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് റിവൈവലിസം. മതപുനരുജ്ജീവനം എല്ലാ മതങ്ങളും വിദേശം കണ്ടുകൊണ്ട് ആരാധനാലയം ഉയർത്തിക്കെട്ടിക്കൊണ്ട് നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ 1.5 മില്യണാണ് ഇന്ത്യയിലെ സ്കൂളുകളുടെ എണ്ണമെങ്കിൽ 2.5 മില്യണാണ് ഇന്ത്യയിലെ ദേവാലയങ്ങളുടെ എണ്ണം. എന്ന് പറഞ്ഞാൽ സ്കൂളുകളെ ഇരട്ടിയോളം ദേവാലയങ്ങളുള്ള മതദൈവങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് റിവൈവലിസം അല്ലെ മതപുനരുജ്ജീവനം ശക്തിപ്പെടുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സംഘപരിവാരം 1980-കളിൽ വരെ ഏതാണ്ട് ഉറങ്ങിക്കിടന്ന സംഘപരിവാരത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് എങ്ങനെയാണ് എന്ന് ഇനിയും നമ്മുടെ രാഷ്ട്രീയ ചിന്തകന്മാർ പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായും അവർ ചില സാംസ്കാരിക അജണ്ടകൾ, നമ്മുടെ ആൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഇതാണ്, രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് എപ്പോഴും നിർണായകമായ പങ്കുവഹിക്കുന്നത് അതിൻ്റെ സാംസ്കാരിക അജണ്ടയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അല്ലെങ്കിൽ മൂലധനം ഒന്നും നാട്ടുകാരെ വായിപ്പിച്ചിട്ടില്ല. ഇവിടെ നാടകങ്ങളിലൂടെയും കവിതകളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കടന്നു വന്നത്. എന്ന് പറഞ്ഞ പോലെ സംഘപരിവാരം എന്ന ഫാസിസ്റ്റ് പട കടന്നു വന്നതും ഈ പറയുന്ന സാംസ്കാരിക അജണ്ടകളിലൂടെയാണ്. രാമായണം സീരിയല്, മഹാഭാരതം സീരിയല്, ബാഹുബലി പോലെയുള്ള മഹാസിനിമകളിലൂടെയൊക്കെ തന്നെ ആ പറയുന്ന മതഭീകരതയുടെ, മതാധിപത്യത്തിൻ്റെ, ബ്രാഹ്മണ്യത്തിൻ്റെ, ക്ഷാത്രവീര്യത്തിൻ്റെ കഥകളെ നമ്മളിൽ പഠിപ്പിച്ചുകൊണ്ടാണ്. അതിനോടൊപ്പം തന്നെ അവർ പുതിയ കുറേ നമ്മുടെ എഴുത്തുകാർ, ബുദ്ധിജീവികൾ കൊണ്ടുവന്നു. മിസ്റ്റിക് നാഷണാലിസം, യോഗാത്മക ദേശീയത, അല്ലെങ്കിൽ എന്താണ് കൾച്ചറൽ നാഷണാലിസം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പഠിപ്പിച്ചിട്ട് പറഞ്ഞു ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വേദോപനിഷത്തുകളും ഇന്ത്യയുടെ പുരാണങ്ങളുമാണ് എന്ന് ഇവിടെയുള്ളവരെ കൊണ്ട് മാത്രമല്ല വിദേശികളെ കൊണ്ട് പറയിപ്പിച്ച് അങ്ങനെ വില്യം ജോൺസും പ്രാട്ടും ഒക്കെ നമുക്ക് വേണ്ടി എഴുതി തന്ന ആ ഓറിയന്റലിസത്തെ അതിശക്തമായി ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മുടെ ഇവിടെ റിവൈവലിസം കടന്നു വന്നത്. അത്തരം സാംസ്കാരിക അജണ്ടകളിലൂടെ ഗോഡ് മാർക്കറ്റ്, ദൈവ ചന്തകൾ സ്ഥാപിച്ചുകൊണ്ട് ദൈവത്തെ എങ്ങനെയാണ് ഒരു കച്ചവട ഉപാധിയാക്കി മാറ്റാൻ കഴിയുന്നത് എന്ന് വളരെ കൃത്യമായ അജണ്ടകൾ നിർമ്മിച്ചുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ സംഘപരിവാര അധികാരത്തിൽ വന്നത് എങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ചെറുക്കാൻ കഴിയും? എങ്ങനെ ചെറുക്കാൻ കഴിയും? ഹമീദ് സാർ പറഞ്ഞ പോലെ
ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് തീർക്കുക. ഇതൊക്കെ അത്തരം ഫോർമുലകൾ കൊണ്ടുവന്നവർ സത്യത്തിൽ ഇന്ത്യ രാജ്യത്തെ കേരളത്തെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു സാംസ്കാരിക പദ്ധതിയിലൂടെയാണോ അവർ നമ്മളെ എതിർക്കുന്നത്, നമ്മൾ സ്വാംശീകരിക്കുന്നത് എങ്കിൽ, ഇപ്പം നമുക്കറിയാം ഇവിടെ എത്രയോ സ്ത്രീകളാണ് ശൂദ്രലകളയ്ക്കൊക്കെ വേണ്ടി നമ്മുടെ സ്ത്രീകളെ ഇത്രമാത്രം തെരുവിലളക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിത പ്രക്രിയകളിൽ പോലും ഉണ്ടാകുന്ന ഭീകരതകളെ മാറ്റിവെച്ചുകൊണ്ട് മതത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഈ പറയുന്ന സ്ത്രീകളെയും കുട്ടികളെയും വരെ തെരുവിലിറക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് വളരെ കൃത്യമായും ഈ സാംസ്കാരിക ദേശീയതയുടെ, മിസ്റ്റിക് നാഷണാലിസത്തിൻ്റെ, യോഗ പോലുള്ള ഒബ്സ്ക്യുരാൻറ്റിസത്തിൻ്റെ, അജ്ഞേയവാദത്തിൻ്റെ ഈ പറയുന്ന വിഷവിത്തുകൾ സമൂഹത്തിൽ വളരെ ശക്തമാക്കി എന്നുള്ളതുകൊണ്ടാണ്. ഒറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ഇടതുപക്ഷ ചിന്തകന്മാരിൽ ഇടതുപക്ഷ ആളുകൾ പോലും പറയുന്നൊരു കാര്യമുണ്ട്, യോഗ അതിന് വലിയ സത്യമുണ്ട് കേട്ടോ, അതിൽ കുറേയൊക്കെ ശാസ്ത്രീയതയുണ്ടെന്നാണ്. അപ്പം ഈ യോഗ പോലെയുള്ള ഒബ്സ്ക്യുരാൻറ്റി ചിന്തകളെ നമ്മുടെ സമൂഹത്തിലെ ബുദ്ധിജീവികളെ കൊണ്ടുപോലും അംഗീകരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അശാസ്ത്രീയതകളെ സ്വീകരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. ശ്രീ രവിശങ്കർക്കും എമ്മിനുമൊക്കെ കേരളത്തിൻ്റെ മണ്ഡലത്തിൽ ഇത്രമാത്രം പ്രാധാന്യമുണ്ടാക്കി കൊടുത്തത് കൊണ്ട് തന്നെയാണ് സംഘപരിവാരം കേരളത്തിൽ വന്നത്. ഇന്ന് 3 സീറ്റെങ്കിൽ നാളെ അത് 30 സീറ്റായി മാറുമെന്നും അന്ന് നമ്മൾക്കൊന്നും ഒരുപക്ഷെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ജനാധിപത്യം അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ജോസേട്ടനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ജബ്ബാർ മാഷെ പോലുള്ള ആളുകൾ, അമീർ ചെന്നോങ്കിലെ പോലുള്ള ആളുകൾ, എല്ലാം ഇവിടെ വേദിയിലിരിക്കുന്ന ഇത്തരം ആളുകൾ മാത്രമല്ല, കേരളത്തില് മതരാഷ്ട്രീയത്തിന്, ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അടിവേര് മാന്താൻ ശ്രമിച്ചിട്ടുള്ളത് കേരളത്തിലെ യുക്തിവാദി പ്രവർത്തകർ, പ്രത്യേകിച്ച് ഈ പറയുന്ന ജബ്ബാർ മാഷും അല്ലെങ്കിൽ ഹമീദ് സാറും അതുപോലെയുള്ള അല്ലെങ്കിൽ ലിയാഖത്തിലെ അടക്കമുള്ള ഒട്ടേറെ ആളുകൾ നേരത്തുള്ള പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ അടിവേര് മാന്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മുടെ സാംസ്കാരിക പദ്ധതികൾക്ക് ഈ മത തീവ്രവാദത്തിനെതിരായ പരിപാടി നടത്താൻ കഴിയും. പക്ഷെ അതിന് സാംസ്കാരികമായൊരു മുന്നേറ്റം ഉണ്ടാകണം. അതിന് ഇത്തരം സമ്മേളനങ്ങൾ, ഇത്തരം ഓർമ്മകൾ നമ്മളെ എപ്പോഴും സഹായിക്കണം. ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ നമുക്കിങ്ങനെ ഹ്യൂമാനിസത്തെക്കുറിച്ചൊന്നും സംസാരിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടാവില്ല എന്ന ഭീതിതമായ ഓർമ്മയോടെ നിർത്തുന്നു. അഭിവാദ്യം.